ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ അടുക്കള കത്തിനശിച്ചു. തിരുബിപിയങ്ങാടി പുളിഞ്ചോട് സ്വദേശി ചാളക്കപ്പറമ്പിൽ അമീറിന്റെ വീടിന്റെ അടുക്കളയാണ് കത്തിനശിച്ചത്. കാറ്ററിംഗ് സർവീസ് നടത്തുന്നയാളാണ് അമീർ. ഭക്ഷണം തയ്യാറാക്കാനുള്ള വസ്തുക്കൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 1:30യോടെയാണ് സംഭവം. സമീപവാസികൾ ചേർന്നാണ് തീയണച്ചത്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സംഭവം. ബിപിയങ്ങാടി പുളിഞ്ചോട് സ്വദേശി ചാളക്കപ്പറമ്പിൽ അമീറിന്റെ വീടിനോട് ചേർന്ന അടുക്കളയാണ് ഇടിമിന്നലിൽ കത്തിനശിച്ചത്. സമീപവാസികളാണ് തീയുയരുന്നത് കണ്ടത്. തുടർന്ന് തീയണച്ചെങ്കിലും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. തീ വീട്ടിലേക്ക് പടരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. അടുക്കളയിൽ സൂക്ഷിച്ച സാധനങ്ങളും ഉപകരണങ്ങളും അടക്കം പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്നലെ രാത്രി 3:30 മണിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇടിയും മിന്നുണ്ടായിരുന്നു, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. 3:30 മണിക്ക് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു 4:30 മണിക്ക് റൂട്ടുമ്പിൽ കൂടെ പോകുന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. പുറത്താണ് ഈ അടുക്കള ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒക്കെ കത്തി റെഡിയായി. മിന്നലേറ്റതാണ് സംഭവം. ചെമ്പും പാത്രങ്ങളെല്ലാം നശിച്ച്, വിറക് ഒന്നാകെ ഉണ്ടായിരുന്നു, എല്ലാം കത്തി ചാമ്പലായി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്നലെ രാത്രി 3:30 മണിക്കാണ് സംഭവം ഉള്ളത്. ചെറിയ രീതിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്നയാളാണ് അമീർ. വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് വാർഡ് മെമ്പർ CP ബാപ്പുട്ടി പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലാണ്, ഏകദേശം ഒരു 3:30-4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചാളക്കപ്പറമ്പിൽ അമീറിൻ്റെ അദ്ദേഹം ചെറിയ തോതിൽ ഈ കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഇപ്പോൾ പാടെ കത്തിച്ചാമ്പലായി പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് അർഹമായ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടണം. കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അദ്ദേഹത്തിന് ഇന്നലെ അർദ്ധരാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ കത്തി നശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ വീതം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ഇപ്പോൾ എത്തും. വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരെയും അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശക്തമായ ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു.